CPM-നും സംസ്ഥാന സർക്കാരിനും വീണ്ടും ചോദ്യം മഴ തന്നെയാണ്. ഒരു വശത്ത് സെക്രട്ടേറിയറ്റിന് മുൻപിലെ ബോർഡ് എന്തിനാണ് ഉദ്യോഗസ്ഥരെ വെള്ള പൂശുന്നതെന്ന് ഹൈക്കോടതി. ഇതിനിടെ പിണറായി വിജയൻ സർക്കാർ ലഹരി മാഫിയയ്ക്ക് ഒത്താശ ചെയ്യുന്നുവെന്ന അതിരൂക്ഷ വിമർശനവുമായി BJP. പാർട്ടിയെ കുത്തിയാണ് പോകുന്നതെങ്കിൽ കരുതിയിരുന്നു, ഒരു ദാക്ഷിണ്യവുമില്ല എന്ന CPM ഏരിയ സെക്രട്ടറിയുടെ ഭീഷണിയും പാർട്ടിക്ക് തലവേദനയായി മാറിയിരിക്കുകയാണ്. ശശി തരൂരും CPM-നെ കൈവിട്ടു. ഇംഗ്ലീഷ് പത്രം അഭിമുഖം വളച്ചൊടിച്ചു. പറയാത്ത കാര്യം തലക്കെട്ടാക്കി അപമാനിച്ചുവെന്ന് ശശി തരൂർ പറഞ്ഞതോടെ സഖാക്കന്മാർക്ക് ഇടിവെട്ട് പണി. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തത്വാധിഷ്ഠിതമായി ഒന്നിക്കണമെന്ന് ബിനോയ് വിശ്വം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇടതുമുന്നണിയിലെ കൂട്ടപ്പൊരിച്ചിൽ തുടങ്ങിയിട്ട് കുറെ നാളായി. ജോലി നഷ്ടപ്പെടും, സമരം ചെയ്യുന്ന ആശാ വർക്കർമാരെ ഭീഷണിപ്പെടുത്തി CITU വനിതാ നേതാവ് രംഗത്ത് വന്നതോടെ ആ വഴിക്കും CPM-ന് ചോദ്യങ്ങൾ. ആശാപ്രവർത്തകരുടെ ഓണറേറിയം കണക്കിന് മുൻപിൽ കേരളം, ചെലവ് നോക്കുമ്പോൾ കുറവ്. സെക്രട്ടേറിയറ്റിന് മുൻപിൽ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ കൂറ്റൻ ബോർഡ് വെച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ച് അഡീഷണൽ ചീഫ് സെക്രട്ടറി നൽകിയ സത്യവാങ്മൂലത്തെ രൂക്ഷമായി ഹൈക്കോടതി വിമർശിച്ചു. ബോർഡ് വെച്ചതിൽ ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് പങ്കില്ലെന്നും ഏജൻസി വഴിയാണ് സ്ഥാപിച്ചതെന്നും അതിനാൽ അച്ചടക്ക നടപടി സ്വീകരിക്കാനാകില്ലെന്നുമായിരുന്നു അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ നൽകിയ സത്യവാങ്മൂലത്തിൽ അറിയിച്ചത്. എന്തിനാണ് ഉദ്യോഗസ്ഥരെ ഇങ്ങനെ വെള്ള പൂശുന്നതെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചു. നിർലജ്ജമായി നുണ പറഞ്ഞാൽ കോടതി എന്ത് ചെയ്യും? ഉദ്യോഗസ്ഥർ നിയമലംഘനം നടത്തിയിട്ട് സർക്കാർ തന്നെ സംരക്ഷിക്കുന്നത് വല്ലാത്ത കീഴ്വഴക്കം സൃഷ്ടിക്കും. പ്രസിഡന്റിന്റെ നിർദ്ദേശാനുസരണമാണ് ബോർഡ് സ്ഥാപിച്ചതെന്നാണ് കന്റോൺമെന്റ് പോലീസ് ഇൻസ്പെക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അസോസിയേഷൻ പ്രസിഡന്റും പൊതുഭരണ വിഭാഗത്തിൽ അഡീഷണൽ സെക്രട്ടറിയുമായ P. ഹണിയെയും അസോസിയേഷൻ സെക്രട്ടറിയെയും 1ഉം 2ഉം പ്രതിയാക്കിയിരിക്കുകയാണ്. ഇതൊന്നും സർക്കാർ കാണുന്നില്ലേ, കണ്ണടച്ചിരുട്ടാക്കരുതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വ്യക്തത വരുത്തി വീണ്ടും സത്യവാങ്മൂലം ഫയൽ ചെയ്യാമെന്ന് സർക്കാർ അഭിഭാഷകൻ അറിയിച്ചതിനെ തുടർന്ന് വിഷയം അടുത്ത ആഴ്ച പരിഗണിക്കാൻ മാറ്റി. അനധികൃതമായ ബോർഡുകളും കൊടിതോരണങ്ങളും വയ്ക്കില്ലെന്ന് രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനമെടുത്താൽ കേരളമെങ്ങും അത് നടപ്പാകില്ല എന്ന് ഹൈക്കോടതി ചോദിച്ചു. എന്നാൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടി തന്നെ അനധികൃത ബോർഡുകളും മറ്റും സ്ഥാപിക്കുകയാണെന്നും അത് ദൗർഭാഗ്യകരമാണെന്നും കോടതി പറഞ്ഞു. എറണാകുളം, തിരുവനന്തപുരം ഉൾപ്പെടെ കോർപ്പറേഷൻ മേഖലയിൽ മാറ്റം വന്നു. എന്നാൽ ഗ്രാമപ്രദേശങ്ങളിൽ മാറ്റം വന്നിട്ടില്ലെന്നാണ് അമിക്കസ് ക്യൂറി ഹരീഷ് വാസുദേവന്റെ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നതെന്നും കോടതി പറഞ്ഞു. പിണറായി സർക്കാർ ലഹരി മാഫിയയ്ക്ക് അടിയറവ് പറഞ്ഞതിന്റെ തിക്തഫലമാണ് വെഞ്ഞാറമൂട് ഉൾപ്പെടെ കൊലപാതകങ്ങൾക്ക് കാരണമെന്ന് മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ. ഏലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയതിനെതിരെ BJP സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാർ ലഹരി മാഫിയയ്ക്ക് ഒത്താശ ചെയ്യുന്നു. പ്രതിഭ MLA-യുടെ മകൻ ലഹരി കേസിൽ പിടിക്കപ്പെട്ടപ്പോൾ ആ കേസെടുത്ത ഉദ്യോഗസ്ഥരെ കുറ്റവാളികളാക്കുകയാണ് സർക്കാർ ചെയ്തത്. നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ബിഷപ്പിനെതിരെ മുഖ്യമന്ത്രി ഉൾപ്പെടെ തിരിഞ്ഞു. ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടി എടുക്കാത്തതിന്റെ ഫലമാണ് ഇതെല്ലാമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിൽ വൻ സാമ്പത്തിക അഴിമതിയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മദ്യക്കമ്പനിയിൽ നിന്നും CPM-ന് പണം കിട്ടിയോ? മദ്യനയം ആർക്കു വേണ്ടിയാണ് തിരുത്തിയത്? മാസപ്പടി പോലെ പ്രതിപക്ഷം ഇതിലും ഒത്തുതീർപ്പിലെത്തും. പിണറായിക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ കഴിയാത്തവരാണ് പ്രതിപക്ഷത്തുള്ളത്. അരവിന്ദ് കെജ്രിവാളിന്റെ ഉപദേശം സ്വീകരിച്ചാണ് പിണറായി പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയത്. CPM നേതാക്കളുടെ പോക്കറ്റിലേക്ക് ചില്ലറ സംഘടിപ്പിക്കാനാണ് ഡൽഹി മദ്യനയ അഴിമതിയിൽ പങ്കുള്ള കമ്പനിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. ബ്രൂവറി വിഷയത്തിൽ വലിയ വായിൽ സംസാരിച്ച ബിനോയ് വിശ്വത്തെ CPI ഓഫീസിൽ ചെന്നാണ് പിണറായി വിജയൻ വിരട്ടിയതെന്നും മുരളീധരൻ പറഞ്ഞു. നിലമ്പൂർ ചുങ്കത്തറയിലെ അവിശ്വാസവുമായി ബന്ധപ്പെട്ട് കൂറുമാറിയ LDF പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസബയുടെ ഭർത്താവ് സുധീറിനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി CPM ഏരിയ സെക്രട്ടറി T. രവീന്ദ്രൻ. ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണം പുറത്തുവന്നു. അവിശ്വാസം ചർച്ച ചെയ്യുന്നതിന് മുൻപാണ് സുധീറിനെ ഭീഷണിപ്പെടുത്തിയത്. പാർട്ടിയെ കുത്തിയാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഭാവിയിൽ വലിയ ഗുരുതര ഭവിഷ്യത്ത് കുടുംബത്തിനും താങ്കൾക്കും ഉണ്ടാകും, കരുതിയിരുന്നോ, ഒരു ദാക്ഷിണ്യവും ഉണ്ടാകില്ല എന്നാണ് ഫോണിലൂടെ പറയുന്നത്. ഇതിനുശേഷം നടന്ന പൊതുയോഗത്തിൽ CPM നേതാക്കൾക്കെതിരെ PV അൻവർ വെല്ലുവിളി പ്രസംഗം നടത്തിയിരുന്നു. ഏരിയ സെക്രട്ടറി ഫോണിൽ ഭീഷണിപ്പെടുത്തിയ കാര്യം അൻവർ പറഞ്ഞു. പ്രവർത്തകർക്ക് മദ്യവും ലഹരിമരുന്നും കൊടുത്ത് ആക്രമിക്കാൻ പറഞ്ഞുവിടുന്ന നേതാക്കളെ അവരുടെ വീടുകളിൽ കയറി തലയടിച്ചു പൊട്ടിക്കുമെന്നാണ് അൻവർ ഭീഷണി മുഴക്കിയത്. പോഡ്കാസ്റ്റിനായി താൻ നൽകിയ അഭിമുഖം ഇംഗ്ലീഷ് പത്രം വളച്ചൊടിച്ചു എന്ന രൂക്ഷ വിമർശനവുമായി ശശി തരൂർ. പറയാത്ത കാര്യം തലക്കെട്ടാക്കി വാർത്ത നൽകി അപമാനിച്ചെന്നും തരൂർ X-ൽ പ്രതികരിച്ചു. പരിഭാഷയിലുണ്ടായ പിഴവെന്ന വിശദീകരണവുമായി ഇംഗ്ലീഷ് പത്രം ക്ഷമാപണം നടത്തിയതിന് പിന്നാലെയാണ് വിമർശനം. ശശി തരൂർ ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ പോഡ്കാസ്റ്റ് വലിയ കൗളിളക്കമാണ് കോൺഗ്രസിൽ ഉണ്ടാക്കിയത്. ദിവസങ്ങൾ നീണ്ട വിവാദത്തിനൊടുവിൽ മറ്റ് രാഷ്ട്രീയ മാർഗങ്ങൾ തരൂരിന് മുന്നിൽ ഉണ്ടെന്നും കേരളത്തിൽ മികച്ച നേതാക്കളുടെ അഭാവമുണ്ട് എന്ന് ശശി തരൂർ പറഞ്ഞുമെന്നും വാർത്ത നൽകിയത് തെറ്റായി പരിഭാഷപ്പെടുത്തിയാണ് എന്ന് വിശദീകരിച്ച് പത്രം ക്ഷമാപണം നടത്തി. ഇത് ചൂണ്ടിക്കാട്ടിയാണ് X-ൽ രൂക്ഷ വിമർശനവുമായി തരൂർ എത്തിയത്. പറയാത്തത് പറഞ്ഞെന്ന് വാർത്ത നൽകി തന്നെ അപമാനിച്ചു എന്നാണ് തരൂരിന്റെ പ്രതികരണം.
നേരത്തെ കേരളത്തിലെ വ്യവസായ കുതിപ്പ് സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട ശശി തരൂർ പറഞ്ഞ കാര്യങ്ങളും കേരളത്തിൽ വലിയ ചർച്ചയായിരുന്നു. CPM ചിലതൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും ശശി തരൂർ CPMലേക്ക് പോയില്ല എന്നതാണ് യാഥാർത്ഥ്യം. LDFിലെ കൂട്ടയടിക്ക് ഉടനെങ്ങാനും പരിഹാരമാകുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒന്നിക്കണമെന്നും ഐക്യം വൈകരുതെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇന്ത്യയിൽ CPI-CPM ഐക്യം ആവശ്യമാണെന്നാണ് ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്കെതിരെ ഭീഷണിയുമായി CITUവിന്റെ ആശാ വർക്കേഴ്സ് യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PP പ്രേമ. ജോലിക്ക് തിരിച്ചു കയറാതെ സമരം തുടരുന്നവർക്ക് ജോലി നഷ്ടപ്പെടുമെന്നാണ് പ്രേമ പറഞ്ഞത്. ആശാ വർക്കർമാരെ അണിനിരത്തി കോഴിക്കോട് ആദായ നികുതി ഓഫീസിന് മുന്നിൽ CITU നടത്തിയ ബദൽ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. ആശാമാരെ കേന്ദ്രം തൊഴിലാളികളായി പരിഗണിക്കുന്നില്ലെന്നും ആശാമാരുടെ ജോലിഭാരം വർദ്ധിക്കുന്നുവെന്നും പ്രേമ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ കണക്കനുസരിച്ച് ആശാ പ്രവർത്തകർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന ഉയർന്ന ഓണറേറിയം 7000 രൂപ. എന്നാൽ കേരളത്തിലെ ഉയർന്ന ജീവിത ചെലവും ജനസാന്ദ്രതയും കണക്കിലെടുക്കുമ്പോൾ ഈ തുക തീരെ ചെറുത്. സിക്കിമിൽ ഓണറേറിയം 6000 രൂപയായിരുന്നത് 10000 രൂപയാക്കാൻ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. തെലങ്കാനയിൽ 6780 രൂപയാണ് ഓണറേറിയം. ഹരിയാന 6100, ബംഗാൾ 5250, കർണാടക 5000 എന്നിങ്ങനെയാണ് ഓണറേറിയം നൽകുന്നത്. പൊതു ഇടങ്ങളിൽ കൊടിമരങ്ങൾ വേണ്ട. നേരത്തെ സ്ഥാപിച്ച കൊടിമരങ്ങൾ നീക്കം ചെയ്യണമെന്ന് കർശന നിർദ്ദേശം നൽകി ഹൈക്കോടതി. പാതയോരത്തുൾപ്പെടെയുള്ള പൊതുസ്ഥലങ്ങളിലും പുറംപോക്കുകളിലും നിയമപരമായ അനുമതിയില്ലാതെ സ്ഥിരമായോ താൽക്കാലികമായോ കൊടിമരങ്ങൾ സ്ഥാപിക്കുന്നത് വിലക്കി ഹൈക്കോടതി ഉത്തരവ്. നിലവിൽ അനുമതിയില്ലാതെ സ്ഥാപിച്ചിട്ടുള്ള എല്ലാ കൊടിമരങ്ങളും നീക്കം ചെയ്യുന്നതിനുള്ള സർക്കാർ നയത്തിന് 6 മാസത്തിനകം രൂപം നൽകണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടു.